തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പൂർവ്വ വിദ്യാർത്ഥികൾ മുൻ പ്രസിഡന്റ് ഡോക്ടർ തങ്കവേലുവിന്റെ പേരിൽ ക്യാമ്പസിനകത്ത് അമ്യൂണിറ്റി സെന്റർ നിർമ്മിക്കുന്നു. മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് കൂടി സഹായകമാകുന്ന വിധമാണ് കേന്ദ്രം നിർമ്മിക്കുക എന്ന് പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ഭാരവാഹികൾ ദുബായിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ആദ്യമായാണ് കേരളത്തിലെ ഒരു മെഡിക്കൽ കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥികൾ മുൻകൈയെടുത്ത് അമ്യൂണിറ്റി സെന്റർ നിർമ്മിക്കുന്നത് എന്ന് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെയും UAE ഡോക്ടർമാരുടെയും സംഘടനയായ AKMGയുടെയും ഭാരവാഹികൾ പറഞ്ഞു. മെഡിക്കൽ ഇന്നോവേഷൻ സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ഡിവൈസുകൾ നമ്മൾ ചെയ്യുക. അതേപോലെ ഇതിനോടൊപ്പം തന്നെ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തില്ലെന്നുള്ളേ ഉള്ളൂ. ഡോക്ടർ MRS മേനോൻ കേരളത്തിലെ ആദ്യമായത്തെ ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്ത അദ്ദേഹമാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രൊഫസറായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ നമുക്കൊരു മെഡിക്കൽ റിസർച്ച് അക്കാഡമി ഉണ്ട്. അതും ഇവിടെ ആയിരിക്കും ചെയ്യുന്നത്. അതെല്ലാം പുതിയ റിസർച്ചുകൾ എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ്, അതിനുവേണ്ടിയാണ്. അപ്പോൾ അതും ഇതിൻ്റെ ഫെസിലിറ്റിയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഇൻഷുറൻസ് കമ്പനികളാണ് ഇനിയിപ്പം ഡിക്റ്റേറ്റ് ചെയ്യാൻ പോകുന്നത്. ഒരു രോഗിക്ക് എന്ത് മരുന്ന് കൊടുക്കണം, എത്ര ദിവസം അവിടെ കിടത്തണം. അവർ പറയാണ് ഇത് അഡ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, രാവിലെ വന്ന് ഓപ്പറേറ്റ് ചെയ്തിട്ട് ഉച്ചയ്ക്ക് പോകണം, കോംപ്ലിക്കേഷൻ അടിച്ചാൽ അവർക്ക് പ്രശ്നമൊന്നുമില്ല. ഇതാണ് ഈ ഇൻഷുറൻസ് കമ്പനി. അമേരിക്കയിലും അതാണ് നടക്കുന്നത്. അപ്പം നമ്മൾ ഇൻഷുറൻസ് ഇല്ലാതെ ഹൈ പ്രീമിയത്തിൽ എടുക്കാതെ ഒരിക്കലും ചികിത്സ പോലും കിട്ടാത്തൊരവസരത്തിലോട്ടാണ് പോകുന്നത്. ഇത് ഭയങ്കര ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത് തീർച്ചയായിട്ടും ഗവൺമെൻറ് അത് വീണ്ടും പരിഗണിക്കണമെന്നാണ് ഞങ്ങളുടെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ ഒപ്പീനിയൻ. 5 നിലകളിലായി 30,000 ചതുരശ്ര അടി വിസ്തൃതിയിലാണ് ഡോക്ടർ തങ്കവേലു അമ്യൂണിറ്റി മെഡിക്കൽ എഡ്യൂക്കേഷൻ സെന്റർ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഡിജിറ്റൽ മെഡിക്കൽ ഫിറ്റ്നസ് മ്യൂസിയം, ഡോക്ടർമാർക്കും മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ഇൻക്യുബേഷൻ സെന്റർ തുടങ്ങിയ സംവിധാനങ്ങൾ കേന്ദ്രത്തിലുണ്ടാകും. നിർമ്മാണത്തിന് തുക കണ്ടെത്തുന്നതിന്റെ ഭാഗമായി ആദ്യമെത്തുന്ന 300 പേരിൽ നിന്നും 1 ലക്ഷം മുതൽ 15 ലക്ഷം രൂപ വരെ സമാഹരിച്ച് കേന്ദ്രത്തിൽ അംഗത്വം നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ജീവൻ ന്യൂസ്, ദുബൈ.